ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൃഷ്ടാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 121 അധ്യായം 2 വാക്യം. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരുന്നു? അതാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിൽ നിന്നാണ് വരുന്നത്. അവന് മാത്രമേ നമ്മെ സഹായിക്കാൻ കഴിയൂ. മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാനാവില്ല. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം അവനാണ്. അവൻ നമ്മുടെ താഴ്മയെ പരിഗണിക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. നമ്മുടെ കണ്ണുകൾ അവനിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുക. ഇതാ, ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്മാരുടെ കൈകളിലേക്കും വേലക്കാരിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ കൈയിലേക്കും നോക്കുന്നത് പോലെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കരുണ കാണിക്കുന്നതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അവനിലേക്ക് നോക്കുന്നു എന്ന് സങ്കീർത്തനം 123 അധ്യായം 2 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചത് അവനാണ്. അവൻ നമ്മെ സഹായിക്കുന്നവനാണ്. അവനാണ് ഭൂമിയുടെ അടിസ്ഥാനമിട്ടവൻ. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ഭൂമി എന്നേക്കുമായി ഇളകാതിരിക്കാൻ അതിന് അടിത്തറയിട്ടവനേ എന്ന്. സങ്കീർത്തനം 104 അധ്യായം 5 വാക്യത്തിൽ ഇത് കാണാൻ സാധിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നു, എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചിരിക്കുന്നു. ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് യെശയ്യാവ് 48 അധ്യായം 13 വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, നിത്യദൈവം നിങ്ങളുടെ സങ്കേതമാണ്, കീഴെ ശാശ്വതമായ ഭുജങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും. യാക്കോബിന്റെ ഉറവ മാത്രം ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് അവന്റെ ആകാശവും മഞ്ഞു വീഴും. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ഒരു ജനമേ, നിന്റെ ശത്രുക്കൾ നിനക്ക് കീഴ്പ്പെടും. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് സങ്കീർത്തനം 115 അധ്യായം 15 വാക്യത്തിലും കാണാൻ സാധിക്കുന്നു. കരുണാമയനായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കാൻ അവൻ നിരവധി സഹായഹസ്തങ്ങൾ ഉയർത്തും. അവൻ നിങ്ങളെ പുതിയ ശക്തിയും പുതിയ കൃപയും പ്രാർത്ഥനയുടെ പുതിയ ചൈതന്യവും കൊണ്ട് നിറയ്ക്കും. പ്രഭുക്കന്മാരിലോ മൂക്കിൽ ശ്വാസമുള്ളവരിലോ സഹായമില്ലാത്തവരിലോ ആശ്രയിക്കരുത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, കുന്നുകളിൽ നിന്നും മലനിരകളിൽ നിന്നും പ്രത്യാശിക്കുന്ന രക്ഷവൃദ്ധമാണ്. തീർച്ചയായും നമ്മുടെ ദൈവമായ കർത്താവിൽ ഇസ്രായേലിന്റെ രക്ഷയുണ്ട് എന്ന് യിരെമ്യാവ് 3 അധ്യായം 23 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ സൃഷ്ടാവായ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെടും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തന്നിൽ ആശ്രയിക്കുകയും തന്നിലേക്ക് നോക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. അവർ ഒരിക്കലും ലജ്ജിക്കുകയുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 34 അധ്യായം 5 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 123, 124, 125 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.